തിരുവനന്തപുരത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം. നരുവാമൂട് മുക്കം പാലംകൂട്ടിലാണ് മോഷണം നടന്നത്. ആളില്ലാത്ത തക്കം നോക്കി വീടിന്റെ പിൻവാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മാറാനല്ലൂരിൽ മോഷണം പതിവാകുമ്പോഴാണ് തൊട്ടടുത്ത പഞ്ചായത്തിലും സമാനമായ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം നരുവാമൂടിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന മോഷണം. നരുവാമൂട് മുക്കം പാലമൂട് സ്വദേശി മനുവിന്റെ ഏതൻ കോട്ടേജിലായിരുന്നു മോഷണം. ഇന്നലെ രാത്രിയിലാണ് മോഷണം നടക്കുന്നത്. വെട്ടുകാട് പള്ളിയിൽ പോയി തിരികെ എത്തുമ്പോഴാണ് വിവരം വീട്ടുകാർ അറിയുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും മാറാനല്ലൂരിലെ കുടുംബ വീട്ടിൽ പോകുന്നവർ സാധാരണയായി ഞായറാഴ്ച വൈകിയാണ് വീട്ടിലെത്തുന്നത്. ഇന്നലെ രാത്രി 7 മണിവരെ ഗൃഹനാഥനായ മനു വീട്ടിലുണ്ടായിരുന്നു. തുടർന്ന് വീടിന് മുന്നിലെ ലൈറ്റുകളിട്ട ശേഷം മാറാനല്ലൂരിലെ കുടുംബ വീട്ടിലെത്തി സഹോദരനും കുടുംബവും ഒന്നിച്ചാണ് വെട്ടുകാടേക്ക് പോയത്. തിരികെ രാത്രി 10 മണിയോടെ എത്തുമ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം പിൻവാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് വീടിനുള്ളിലേക്ക് കടന്നത്. ഇരുനില വീട്ടിലെ എല്ലാ അലമാരകളും കുത്തി തുറന്നിട്ടുണ്ട്. സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന് വീട്ടുടമ അറിയിച്ചു. അതേസമയം വീട്ടിലുണ്ടായിരുന്ന കുറച്ചു പണവും സ്വർണമല്ലാത്ത ആഭരണങ്ങളും നഷ്ടമായിട്ടുണ്ട്. തൊട്ടടുത്ത മാറാനല്ലൂർ പഞ്ചായത്തിൽ നിരന്തരമായി മോഷണങ്ങൾ നടന്നിട്ടും പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസിനെ നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുകയാണ്. മാറാനല്ലൂരിലെ മോഷണത്തിന് സമാനമായ മോഷണമായതിനാൽ തുടർ പരിശോധനകൾ ഊർജിതത്തിലാക്കുകയാണ് നരുവാമൂട് പോലീസ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.